മുഖക്കുരു അല്ല ഡോക്ടർ, അതിൻ്റെ പ്രായമാകുമ്പോൾ അത് പൊക്കോളാം, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണ്ട. മുഖക്കുരു ചികിത്സിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്, മുഖക്കുരു ട്രീറ്റബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്, അത് ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു കണ്ടീഷനാണ് മുഖക്കുരു. മുഖക്കുരു ഉള്ളത് കൊണ്ട് എന്താണ് പ്രശ്നം? മുഖക്കുരു ജസ്റ്റ് സ്കിന്നിനെ മാത്രമല്ല, പലരുടെയും മെൻ്റൽ കോൺഫിഡൻസിനെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് മുഖക്കുരു. മുഖക്കുരുവിൻ്റെ ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് മുഖക്കുരുവിൽ നിന്നുള്ള സ്കാറിൻ്റെ പ്രിവെൻഷൻ. അതായത് മുഖക്കുരു പ്രോപ്പറായിട്ട് ഹീൽ ആവാണ്ട് വന്നാൽ അവിടെ വലിയൊരു കുഴി അഥവാ സ്കാർ ഫോമേഷൻ ഉണ്ടാകും. സ്കാർ ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെപ്പോഴും നമ്മൾ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ നമ്മളെപ്പോഴും ആക്നെ വരുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ട്രീറ്റ് ചെയ്തിട്ട് ആക്നെ സ്കാർ പരമാവധി പ്രിവെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഒരു സ്റ്റേജ് കഴിഞ്ഞ് ആക്നെ നിന്ന് കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല, അന്ന് ട്രീറ്റ് ചെയ്താൽ മതിയായിരുന്നു, നമുക്ക് ഇത്രയും സ്കാർ മുഖത്ത് വരില്ലായിരുന്നു. ഒരുപാട് പേര് ആക്നെ ഉള്ളതുകൊണ്ട്, മുഖക്കുരു ഉള്ളതുകൊണ്ട് വളരെയധികം കോൺഫിഡൻസ് കുറവിൽ കാണാറുണ്ട്. അങ്ങനെയുള്ളവർ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആക്നെ ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്ന ഒരു അസുഖമാണ്. അസുഖം മീൻസ് ഒരു കണ്ടീഷൻ. ആക്നെയൊക്കെ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ നിങ്ങൾ ബേസിക് സ്കിൻ കെയർസ് ആദ്യം ഫോളോ ചെയ്യുക. ഒരു ബേസിക് ആയിട്ടൊരു ഫേസ് വാഷ് കീപ്പ് ചെയ്യുമ്പോഴും നിങ്ങളുടെ സ്കിന്നിന് സൂട്ടഡ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഡ്രൈനെസ് ഉണ്ടെങ്കിൽ മോയ്സ്ചറൈസേഴ്സും കൂടെ യൂസ് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് ഈ 3 കാര്യങ്ങളിലും കൺട്രോൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡയറ്റും കൂടെ കീപ്പ് ചെയ്യുക. ലൈക്ക് ഡയറ്റിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ മിൽക്ക് ഐറ്റംസ് അവോയ്ഡ് ചെയ്യുക. ഫുള്ളി അവോയ്ഡ് ചെയ്യല്ല, കുറയ്ക്കാം. മിൽക്കിൻ്റെ സ്വീറ്റ് ഐറ്റംസ് കുറയ്ക്കാം, ഫ്രൈഡ് ഐറ്റംസ് കുറയ്ക്കാം. എന്നിട്ടൊന്നും നിങ്ങളുടെ ആക്നെ കൺട്രോൾ ആവണില്ലെങ്കിൽ നിങ്ങൾ വേഗം തന്നെ നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം. കാരണം ആസ് ഏർലി യു ട്രീറ്റ്, നിങ്ങൾ എത്ര നേരത്തെ ട്രീറ്റ് ചെയ്യുന്നു അത്രയും ഈസിയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കുരുക്കളൊക്കെ വരുന്ന സമയങ്ങളിൽ ടോപ്പിക്കൽ, അത് തേക്കുന്ന ക്രീമുകളും പ്രോപ്പറായിട്ടുള്ള ഫേസ് വാഷ് അങ്ങനത്തെ പ്രോപ്പർ കെയർ കൊണ്ട് തന്നെ കൺട്രോൾ ചെയ്ത് നിർത്താവുന്നു. ഒരുപാട് വലിയ കുരുക്കൾ, പസ്റ്റ്യൂൾസ്, അത് പഴുപ്പുള്ള കുരുക്കൾ, വലിയ വേദനയുള്ള കുരുക്കൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കഴിക്കാനുള്ള മരുന്നും കൂടെ വേണ്ടി വരും. പ്രോപ്പറായിട്ട് നിങ്ങൾ വേഗം തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അത് നല്ല രീതിയിൽ ഹീലായാൽ സ്കാറിങ്ങിനുള്ള ടെൻഡൻസി വളരെയധികം കുറവാണ്. ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം. നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു സ്കിൻ കെയർ വേണം, ആ സ്കിൻ കെയറിൽ ആക്നെക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മരുന്നുകൾ വേണം. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റ് നിങ്ങൾക്ക് തരും. അതിനനുസരിച്ച് ആക്നെ ഹീൽ ചെയ്ത് നല്ല ക്ലിയർ സ്കിന്ന് കൊണ്ട് നടക്കാൻ ശ്രമിക്കുക. ഹാവ് എ ഹാപ്പി ഹെൽത്തി സ്കിൻ.